മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ വെള്ളം ഒഴുകി വരുന്ന ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് 130 വർഷത്തെ സിൽട്ടില്ലേ, ചെളിയില്ലേ എൻ്റെ ഉള്ളിൽ. മുമ്പിൽ നിൽക്കുന്ന മരങ്ങൾ, കെട്ടിടങ്ങൾ, ഇത് ഒഴുകി വന്നാൽ മുമ്പിൽ നിൽക്കുന്ന സകലതും നശിക്കും. 1924 വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കത്തിലൊരു മല കാണാതായി. വെറും വെള്ളപ്പൊക്കാന്ന് ഓർക്കണം. അപ്പൊ ഇതേപോലെ ഒരു ഡാം തകർച്ചയുണ്ടായ മുമ്പിലുള്ള മല മറിഞ്ഞ് വീണാൽ ഗതി തന്നെ മാറത്തില്ലേ? ഇവര് നടത്തിയ പരിശോധനയിലും കൂടുതൽ പരിശോധന PJ ജോസഫ് പണ്ടൊരിക്കൽ നടത്തും. കൊടയുടെ കമ്പി കൊണ്ട് കുത്തി നോക്കി ഇതിന്റെ പ്ലാസ്റ്ററിങ് ഇളകുന്നു. അയാൾ പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാം വീക്കാണെന്ന്. ഒരു റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ ഉപയോഗിച്ച് ഒരു കാലത്ത് ഇവര് പരിശോധിച്ചിരുന്നു. ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ബേസ് പരിശോധിച്ചായിരുന്നു, വെള്ളം കിടക്കുന്ന ഭാഗത്ത്. ആ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല. ഇത് പറയണ എന്താന്ന് വെച്ചാൽ കരാറ് പോകരുത്. ഈ 999 ഇയേഴ്സിന്റെ കരാറ് നിലനിൽക്കണം. ഏറ്റവും വലിയ ചതിയാണ് 999 ഇയേഴ്സ് കരാറ്. ഡാമിന്റെ ചരിത്രങ്ങൾ നോക്കുക. ബാൻഗ്യാവോ ഡാം പൊട്ടി, അതിൽ നിന്നും കുറെ പേരൊക്കെ രക്ഷപ്പെട്ടവർക്ക് വലിയ രോഗങ്ങൾ വന്ന് ദാരുണമായിട്ട് മരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിയിൽ എത്ര വിഷ ഫാക്ടറികളുണ്ട്? ഈ വിഷം പുറത്തേക്ക് വന്ന ഭോപ്പാൽ ട്രാജഡിയേക്കാൾ വലിയ ട്രാജഡിയല്ലേ ഈ നാട്ടിൽ നടക്കാൻ പോകുന്നത്? ഇവരെന്ത് തമാശ കളിക്കുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ബുദ്ധിയും കൊണ്ട് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത്രയും ഈ ക്രൂഡ് ഓയിൽ പുറത്തേക്ക് വന്ന് കടലിൽ പാട പോലെ വരും. ഇത് വെള്ളത്തിന്റെ അടിയിലേക്ക് പോണ സാധനമല്ല, പൊങ്ങിക്കിടക്കുന്ന സാധനമാണ്. ബോംബ് എക്സ്പ്ലോഷനേക്കാളും വലിയ ഒരു ട്രാജഡി ആവൂലേ? എൻ്റെ ലക്ഷ്യം ജീവൻ മാത്രം. നമ്മുടെ മക്കള് നമ്മുടെ മുമ്പിൽ കിടന്ന് പെടയായിരുന്നു. ലിബിയയിലെ ഡെർണയിൽ കണ്ടതാണ്. 2 TMC വെള്ളം കൊണ്ട് അങ്ങോട്ട് പോയി. ഡെർണ നഗരത്തെ മുഴുവനും വഹിച്ചുകൊണ്ട് കടലിൽ പോയി. തിരിച്ചു കയറി വന്നത് ഒരു സുനാമി പോലെ വന്നത് 7 നില കെട്ടിടത്തിന്റെ മുകളിലൂടെയാണ്. 2 TMC വെള്ളമായിട്ട് പോയതാണ്. ഇവിടെ 120 TMC വെള്ളം ഉള്ളത്. മുല്ലപ്പെരിയാർ പൊട്ടി വരുവാണെങ്കിൽ ഇപ്പൊ ഈ ഉരുൾപൊട്ടലാണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാഗത്തെ വലിയ രീതിയിൽ കേരളം മൊത്തത്തിലാണ് ഷോക്കിലായത്. അപ്പം മുല്ലപ്പെരിയാർ പോലൊരു ഡാം പൊട്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും? അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാർ പറഞ്ഞു ഇന്ത്യയെ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലുള്ളൊരു ഡിസാസ്റ്റർ ആണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അത് ഏതൊക്കെ രീതിയിലായിരിക്കും, എങ്ങനെയായിരിക്കും? അത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പഠിച്ച റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ വെള്ളം ഒഴുകി വരുന്ന ആൾക്കാർ വിചാരിച്ചിരിക്കണേ. വെള്ളമാണോ യഥാർത്ഥത്തിൽ ഒഴുകി വരുന്നത്? 130 വർഷത്തെ സിൽട്ടില്ലേ, ചെളിയില്ലേ എൻ്റെ ഉള്ളിൽ. ഡാം ഒരു മേസൺറി ഡാമാണ്. കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ച്, കരിങ്കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചുണ്ടാക്കിയതാണ്. ആ കല്ലുകൾ ഇങ്ങോട്ട് വരില്ലേ, താഴേക്ക് വരൂലേ? മുമ്പിൽ നിൽക്കുന്ന മരങ്ങൾ, കെട്ടിടങ്ങൾ, ജീവജാലങ്ങൾ, ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ഈ കൂട്ടത്തോടെ ഇങ്ങനെ ഒലിച്ചു പോകത്തില്ലേ? മനുഷ്യൻ്റെ ശവശരീരങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ വെള്ളമാണോ ഒഴുകി വരുന്നത്? ഇത് ഒഴുകി വന്നാൽ മുമ്പിൽ നിൽക്കുന്ന സകലതും നശിക്കും. ഇത് 850 മീറ്റർ ഉയരത്തിൽ നിന്ന് നിപതിക്കുക ചെയ്യുന്നത്, ഇങ്ങോട്ട് വീഴുക. ആൾക്കാർ വിചാരിച്ചിരിക്കണ പോലെ ഇങ്ങനെ മെല്ലെ ഇങ്ങോട്ട് ഒഴുകി വന്ന് സമാധാനമാവണ ഒരു പ്രക്രിയ അല്ല ഇത്. 850 മീറ്റർ ഉയരത്തിൽ നിന്ന് പൊടുന്നനെ ഇങ്ങോട്ട് താഴേക്ക് വീഴുക. ഈ ഒരു ശക്തിയുടെ മുമ്പിൽ ഒരു പ്രതിബന്ധങ്ങളുമില്ല. ഒരുപക്ഷെ ഒരു മല മറിഞ്ഞ് നമ്മുടെ 99 വെള്ളപ്പൊക്കം എന്ന് പറയും, 1924 വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കത്തിലൊരു മല കാണാതായി. ഒരു മലയെ വാനിഷ്ടായി. വെറും വെള്ളപ്പൊക്കാന്ന് ഓർക്കണം. അപ്പൊ ഇതേപോലെ ഒരു ഡാം തകർച്ചയുണ്ടായ മുമ്പിലുള്ള മല മറിഞ്ഞ് വീണാൽ ഗതി തന്നെ മാറത്തില്ലേ? ഈ പ്രവാഹത്തിന്റെ ഗതി മാറില്ലേ? വേറൊരു ഡിസ്റ്റൻസിൽ പോകൂലേ? ഇതിന്റെ അടിയിൽ 10-14 ഡാംസ് ഉണ്ട്. ഡയറക്റ്റ് ലൈനിലല്ല, ഇതിന്റെ താഴെ പല ഭാഗത്തായിട്ട്. അവിടേക്കൊക്കെ ഈ പ്രഹരശേഷി പോയാൽ എത്ര ഡാം തകരുമെന്ന് എന്തെങ്കിലും നിശ്ചയം ഉണ്ടാവും? പലരും പറയുന്നുണ്ട് ഇടുക്കി ഡാമിന് ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇടുക്കി ഡാമിന് അതിനെ തടയാൻ പറ്റുമെന്നൊരു ഒരു പ്രത്യാശയുടെ മുന്നിലാണ് ഇപ്പോഴും മുല്ലപ്പെരിയാറിന്റെ കേസിൽ. ആരാ ഇത് പറഞ്ഞത്? പറഞ്ഞ ഒരാളെ പറ. സർക്കാരാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ സർക്കാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. സർക്കാർ പറഞ്ഞതായിട്ട് എനിക്ക് ഒരു അറിവുമില്ല. അതായത് മുല്ലപ്പെരിയാർ തകർന്നാൽ ഇടുക്കി താങ്ങിക്കോളുമെന്ന് കേരള സർക്കാർ, അത്ര വലിയ വിവരക്കേടൊന്നും കേരള സർക്കാരിന് ഇല്ലയെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. ഇടുക്കി താങ്ങിക്കോളുമെന്ന് പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. പറഞ്ഞ ഒരു മഹാനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ ഇവിടെ ഇരുന്ന് പറഞ്ഞായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ ആതിര, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ സ്വയം ഇരുന്ന് പറയുന്നതല്ല. ഇത് വിദഗ്ധർ പറഞ്ഞത് ഏറ്റു പറയുന്നതാണ്. ഞാൻ എങ്ങനെ ഇത് പറയും? ഞാനൊരു അഡ്വക്കേറ്റ് അല്ലേ, ഒരു ലോയറാണ് ഇതെല്ലാം പറയുന്നത്. പിന്നെ അദ്ദേഹം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുക. ഏത് റിപ്പോർട്ടാണ്? എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ട്. എംബോർഡ് കമ്മിറ്റിയിൽ 3 ജഡ്ജിമാർ
രണ്ട് എക്സ്പേർട്സ് എന്ത് എക്സ്പേർട്സ് ആണ്? സിവിൽ എഞ്ചിനീയേഴ്സ്. അദ്ദേഹത്തിൻ്റെ വിചാരം ഈ ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്നാണ്. ഡാം എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഹൈഡ്രോളജിസ്റ്റുകൾ വേണം, സീസ്മോളജിസ്റ്റുകൾ വേണം, വേറെ ശാസ്ത്രശാഖകളിൽ പ്രാവീണ്യമുള്ള ആളുകളും വേണം. എല്ലാവരുടെ ഒരു കോമ്പിനേഷനാണ് ഈ ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ പറഞ്ഞ റിലയബിലിറ്റി സയൻറ്റിസ്റ്റും റിലയബിലിറ്റി സയൻസും. ഇത് സിവിൽ എഞ്ചിനീയേഴ്സ് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് പഠനമാണ് ഇവർ നടത്തിയത്? മുല്ലപ്പെരിയാറിൽ പോയിട്ട് എംബോർഡ് കമ്മിറ്റി എന്ത് പഠനം നടത്തി? അതിൻ്റെ അടിയിലുള്ള സൂപ്പർവൈസറി കമ്മിറ്റി എന്ത് പഠനം നടത്തിയത്? അതിൻ്റെ അടിയിലുള്ള സബ് എഞ്ചിനീയേഴ്സ് എന്ത് പഠനമാണ് അവിടെ നടത്തിയത്? ഇടയ്ക്ക് സാർ ഒരു നിവേദനം പോലെ 140 മണ്ഡലങ്ങളിലും കൊടുക്കുന്ന അതിനെന്തായിരുന്നു സാർ റിസൾട്ട് ഉണ്ടായത്? ഒരു റിസൾട്ടും ഇല്ല. ആരും കണ്ട ഭാവം നടിച്ചിട്ടില്ല. അതൊന്നും ഇതെല്ലാം ഞാൻ നെറ്റിൽ എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ, കേരളത്തിലൊരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ, അത് ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരമൊരു ഡിസാസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം നെറ്റിൽ കിടക്കല്ലേ. ഇവരുടെ കാലമല്ല ഇപ്പോൾ. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നെറ്റിലുണ്ട്. ഇവരെത്ര വലിയ പാതകമാണ് ചെയ്ത് കൂട്ടിയതെന്ന് കാലം പറയും. 2018 ശേഷമാണ് മഴ ഇത്രയധികം നമുക്കും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നത്. 2018 ശേഷം മുല്ലപ്പെരിയാറിൻ്റെ കേസിൽ എന്തെങ്കിലും റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ, നടപടികൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? 2018 തൊട്ട് 2024 ഇപ്പോൾ ഈ ഒരു വയനാടിൻ്റെ ദുരന്തം കൂടെ എത്തി നിൽക്കുന്ന ഈ സമയം വരെ. അതാണ് ഈ എംബോർഡ് കമ്മിറ്റിയുടെ സൂപ്പർവിഷനിലാണ് ഈ മറ്റേ മുല്ലപ്പെരിയാർ ഡാം. അവർ പറയുന്നതാണ്. അവരെന്താണോ പറയുന്നത്, എന്ത് വിദഗ്ധ പരിശോധനയാണ് നടത്തിയതിനെ കുറിച്ചൊന്നും ആർക്കും ഒന്നും അറിയില്ല. അവർ സുരക്ഷിതമാണെന്ന് പറയുന്നു. അതാണ് നേരത്തെ പറഞ്ഞ ജസ്റ്റിസ് കെ ടി തോമസ് ഏറ്റു പറഞ്ഞത്. ഈ റിപ്പോർട്ടുകളൊന്നും എന്താ ജനങ്ങളിലേക്ക്, ഇപ്പം സാർ പറഞ്ഞപ്പോഴാണ് പല സമിതികൾ ഇങ്ങനെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പലരും വന്ന് പഠനം നടത്തി, ഇതെല്ലാം നമ്മൾ അറിയുന്നത് സാർ ഇപ്പോൾ പറയുമ്പോഴാണ്. സാർ ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് നടത്തിയതുകൊണ്ട് ഇതൊന്നും ജനങ്ങളെ അറിയിക്കാതെ മുല്ലപ്പെരിയാറിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ഫോട്ടോ പോലും, അല്ലെങ്കിൽ പലതും സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഫോട്ടോ പോലും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിള്ളലുകൾ പല ഭാഗത്തുണ്ട്. എത്രത്തോളം ഇത് ഭീതിയിലാണ് എന്ന് ഇപ്പോഴും പൊതുസമൂഹത്തിന് കറക്റ്റായിട്ടുള്ള ഇമേജ് പോലും ഇല്ല, അല്ലേ സാർ? ശരിയാണ്. ഇവർ നടത്തിയ പരിശോധനയിലും കൂടുതൽ പരിശോധന പി ജെ ജോസഫ് പണ്ടൊരിക്കൽ നടത്തി. കൊടയുടെ കമ്പി കൊണ്ട് കുത്തി നോക്കി. ഇപ്പം ഇതിൻ്റെ പ്ലാസ്റ്ററിങ് ഇളകുന്നു. അയാൾ പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാം വീക്കാണെന്ന്. കൊടയും കൊണ്ട് കുത്തി നോക്കിയപ്പോൾ മനസ്സിലായോ? അത്രയും പോലും ഈ പറയുന്ന എൻജിനീയേഴ്സിൻ്റെ എനിക്കറിഞ്ഞൂടെ അവരെന്ത് എന്ത് എക്യുപ്മെൻ്റ് ഉണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്ത. ഈ ഡാം 112 അടിക്ക് താഴെ വെള്ളമാണ്. ആ വെള്ളത്തിൻ്റെ അടിയിൽ പോയി പരിശോധിക്കാൻ ഇവരുടെ കയ്യിൽ എന്ത് എക്യുപ്മെൻ്റാണ് ഉള്ളത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ ഉപയോഗിച്ച് ഒരു കാലത്ത് ഇവർ പരിശോധിച്ചിരുന്നു. ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബേസ് പരിശോധിച്ചായിരുന്നു, വെള്ളം കിടക്കുന്ന ഭാഗത്ത്. ആ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല. ആലോചനാ സമിതിയിൽ നിന്ന് പല കാര്യങ്ങളും കൂടിയിരുന്ന് ആലോചിച്ച് പല കാര്യങ്ങളും പരീക്ഷണങ്ങൾ നടത്തി ആ സമിതിയിൽ നിന്ന് കേരളത്തിൻ്റെ ചീഫ് എഞ്ചിനീയറായിരുന്ന ലതിക മാഡം ഇറങ്ങിപ്പോയെന്തിനാണ്? അതൊക്കെ ഈ ജസ്റ്റിസ് കെ ടി തോമസ് പറയണ്ടേ? എന്തുകൊണ്ട് ലതിക മാഡം ഇറങ്ങിപ്പോയി? ശ്രീധരൻ എന്തുകൊണ്ട് ആ വിയോജനക്കുറിപ്പ് എഴുതി സർക്കാരിന് കൊടുത്ത്? ഇതൊക്കെ പറയണ്ടേ? അപ്പോൾ ഒരു ജഡ്ജൊന്നുമല്ല ഈ കാര്യം. ഞാൻ പറയട്ടെ, ഇങ്ങനെ 3 ജഡ്ജിമാർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തമിഴ്നാട്ടിൽ നിന്ന് AR ലക്ഷ്മണൻ എൻ്റെ വലിയ സുഹൃത്തായിരുന്നു. അദ്ദേഹം, ഈ ജസ്റ്റിസ് കെ ടി തോമസ് ഒക്കെയാണ് ഒരു ഡാമിൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത്. എക്സ്പേർട്സ് അല്ലേ? സീസ്മോളജിസ്റ്റുകളും ഹൈഡ്രോളജിസ്റ്റുകളും സിവിൽ എഞ്ചിനീയേഴ്സും മറ്റു ശാസ്ത്രശാഖകളും പഠിച്ച എക്സ്പേർട്സിൻ്റെ ഒരു പാനലല്ലേ ഇത് അന്വേഷിക്കേണ്ടത്? എന്നിട്ട് സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഇറക്കിയെന്നും പറഞ്ഞാണ് ഇവിടെ ആൾക്കാർ വിവരമില്ലാത്തമാർ നടക്കുന്നത്. ടണലേ 112 അടിക്ക് താഴെ ടണൽ പണിയാന്ന്. ഇവിടെ ഉള്ള ആൾക്കാർക്ക് ബോധമില്ലാന്ന് ഓർത്ത് തമിഴന്മാർക്ക് ബോധമുണ്ട്. അവർ സമ്മതിക്കുമോ? അങ്ങനെ ടണൽ വരുന്നതിലൂടെ എങ്ങനെയൊക്കെയാണ്? അല്ല, 112 അടിക്ക് താഴെ ചെളിയാണ്. ആ ചെളി എങ്ങനെ മാറ്റും? ഫോറസ്റ്റിൽ കൊണ്ടുവന്ന് ഇടാൻ പറ്റില്ല. തേനി ആണ് തൊട്ടടുത്ത ജില്ല. അവിടെ കൊണ്ടുപോയി ഇടാൻ തമിഴന്മാർ സമ്മതിക്കും. ഇത് ആസിഡാണ്. ഇത് കഴിഞ്ഞ 2018 പ്രളയകാലത്ത് ആലുവയിൽ വന്നിട്ട് എല്ലാ മരങ്ങളും ഉണ്ട്, റബ്ബർ മരങ്ങളടക്കം ഉണങ്ങിപ്പോയി.
പാടമൊക്കെ നശിച്ച് വാഴ. ഈ ശ്രീധരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന്. അതാണ് ഈ ശ്രീധരൻ നമ്മുടെ കേരളിനെ പറ്റി പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞത്. ഞാൻ പഠിച്ചിട്ട് പറയാം. റെയിൽവേ അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് അല്ലേ. അദ്ദേഹമാണല്ലോ മെട്രോ റെയിൽവേ ഒക്കെ ഡൽഹിയിലും ഇവിടെയൊക്കെ ഉണ്ടാക്കിയത്. അത് പഠിച്ചിട്ട് പറയാമെന്നാണ് പത്രക്കാർ ചോദിച്ചപ്പോൾ, കേരളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ലാത്തതാണ് ഡാം എഞ്ചിനീയറിങ്. അത് പഠിക്കണ്ടേ? അത് പഠിച്ചിട്ടല്ലേ പറയാവൂ. ചുമ്മാ ഇരുന്ന് അങ്ങ് പറയുക. പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണ്? ഒന്നും പഠിക്കാതെ മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്ന സ്ഥലത്തെ ജിയോഗ്രഫി പഠിക്കാണ്ട്, ഡാമിൻ്റെ സ്ട്രക്ചർ പഠിക്കാണ്ട് വെറുതെ ഇരുന്ന് അങ്ങോട്ട് പറയാം. 112 അടിക്ക് താഴെ ചെളിയാണ്. ആ ചെളി ലോകത്തൊരിടത്തും കൊണ്ടുപോയി ഇടാൻ പറ്റില്ല. ഒരാളും ഫോറസ്റ്റിലിടാൻ, ഫോറസ്റ്റ് പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. തമിഴ്നാട്ടുകാർ അവിടെ കയറ്റില്ല. നമ്മളെപ്പോലെ ബോധമില്ലാത്ത ജനങ്ങളൊന്നുമല്ല, അവിടെ കയറ്റില്ല. പിന്നെ എവിടെ കൊണ്ടുപോയി ഇടും? അതൊന്ന്. പിന്നെ ഇദ്ദേഹം വിചാരിക്കണം എന്താണ്? ഈ കാച്ച്മെൻറ്റ്, ഈ വെള്ളം കിടക്കുന്ന ഏരിയ മുഴുവനും സമതലാണെന്നാണ്. അത് കുണ്ടും കുഴിയും മലയും കുന്നുമാണ്. ഒരു ടണൽ വെച്ചാൽ ഒരു കുഴിയിലെ വെള്ളം കൂടി പോകും. ബാക്കി ഓരോടത്തും വെച്ചാൽ ഒരു 19 ടണൽ വെക്കേണ്ടി വരും. ഇതിലും ഭേദം ഒരു മോട്ടോർ വെച്ചിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ പോരെ. ഇപ്പോൾ ചൈനയിലൊക്കെ ആണെങ്കിൽ 1000 ഹോഴ്സ് പവർ 2000 ഹോഴ്സ് പവർ ഒക്കെ മോട്ടർ ഉണ്ടല്ലോ. അതൊരെണ്ണം തമിഴ്നാട്ടിലാണെങ്കിൽ ഇലക്ട്രിസിറ്റിക്കും കുറവില്ല. ഇത് പറയണേ എന്താന്ന് വെച്ചാൽ കരാറ് പോകരുത്. ഈ 999 ഇയേഴ്സിൻ്റെ കരാറ് നിലനിൽക്കണം. മനസ്സിലായ? ഏറ്റവും വലിയ ചതിയാണ് 999 ഇയേഴ്സ് കരാറ്. അത് നിലനിൽക്കണം. വേറെ എന്ത് ആൾട്ടർനേറ്റീവ് റെമഡി വന്നാലും കരാറ് പോകും. പണം തരേണ്ടി വരും. വെള്ളം കൊണ്ടുപോകണതിന് പണം തരേണ്ടി വരും. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന കേരള ഖജനാവിലേക്ക് കാശ് എടുത്ത് വെക്കേണ്ടി വരും. അതൊഴിവാക്കണം. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മാത്രം കാശ് കിട്ടിയാൽ മതി, ഖജനാവിൽ വരണ്ട. ഈ ഒരു ഇഷ്യൂവിനൊക്കെ ശേഷമാണെങ്കിൽ ഇപ്പം പൊട്ടും സ്റ്റിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടി തന്നെയാണ്. പേടിയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും സാറിനോടാണെങ്കിൽ ഇവിടെ നിന്ന് ചോദിക്കുന്നത്. ഇന്ന് ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പം ഈ കേരളം കണ്ട, അല്ലെങ്കിൽ കേരളം കണ്ട ഒരു വലിയ ദുരന്തത്തിൻ്റെ ഫേസ് ചെയ്തുകൊണ്ട് കുറേ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളുടെ ഒരുപാട് സഹോദരന്മാരെ നമുക്ക് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത്. ഇനി നാളെ ഞാൻ എന്ന ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ സാർ, ഈ മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുന്നേ എന്തെങ്കിലും രീതിയിലുള്ള, ഇപ്പം സാർ പറഞ്ഞു കോട്ടയത്തൊരു മുഴക്കമുണ്ടായത് ഒരു സൂചനയായിരുന്നു, വയനാട്ടിലെ ഇഷ്യൂ ഒരു സൂചനയാണ്. അങ്ങനെ 100ഓളം, 1-2 അല്ല 100ഓളം ചെറു ചലനങ്ങളുണ്ടായ സംസ്ഥാനത്ത് നിന്നിട്ടാണ് ഞാനും മാതിരി ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനെ വ്യക്തമായ രീതിയിൽ, അതായത് ഇപ്പോഴും പൊതുജനങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയില്ലായിരിക്കും, വ്യക്തമായ രീതിയിൽ ഇതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിനെ തടയാൻ എന്തായിരിക്കും ഇനി ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്താണെങ്കിലും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നാളെ ദുരന്തത്തെ നമുക്ക് തടയാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തായിരിക്കും ചെയ്യാൻ കഴിയുക? ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കേരള സർക്കാരും കേന്ദ്ര സർക്കാരും എൻ്റെ സുപ്രീം കോടതിയിലെ കേസിനെ സപ്പോർട്ട് ചെയ്താൽ തീരുന്ന വിഷയമുള്ളൂ ഇത്. അതിനുശേഷം നമ്മുടെ ഡാമുകളൊക്കെ ഒന്നൊന്നായിട്ട് ഡീകമ്മീഷൻ ചെയ്യണം. നമുക്കിവിടെ ഡാം വേണ്ട, കോറികൾ വേണ്ട. മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടുകയാണെങ്കിൽ, ഇൻ കേസ് പൊട്ടി വരുന്ന സമയത്ത് രക്ഷപ്പെടാനുള്ള സാധ്യത, അതായത് ഇപ്പം സമയമോ അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ കേരളം കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും ചാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? നമ്മളിപ്പോൾ ഡാമിൻ്റെ ചരിത്രങ്ങൾ നോക്കുക. ബാൻഗ്യാവോ ഡാം പൊട്ടി, അതിൽ നിന്നും കുറേ പേരൊക്കെ രക്ഷപ്പെട്ടവർക്ക് വലിയ രോഗങ്ങൾ വന്ന് ദാരുണമായിട്ട് മരിക്കുകയും ചെയ്തു. 23,000 പേര് രക്ഷപ്പെട്ട് 2.5 ലക്ഷത്തോളം ജനങ്ങൾ കടലിൽ പോയി. ബാൻഗ്യാവോ ഡാം ദുരന്തത്തിൽ 23,000 പേര് രക്ഷപ്പെട്ടു. അവരുടെ രക്ഷപ്പെടലാണ് ഏറ്റവും വലിയ കഷ്ടമായി പോയത്. അവർ സാംക്രമിക രോഗം ബാധിച്ച് അതിദാരുണമായിട്ട് മരിച്ചു. അതാണ് രക്ഷപ്പെട്ടവരുടെ അവസ്ഥ. മനസ്സിലായില്ലേ? പിന്നെ ഇതിൻ്റെ അടിയിൽ എത്ര വിഷഫാക്ടറികളുണ്ട്? ബെൻസീനും ഈഥൈനും ഒക്കെ സംഭരിച്ച് ഗ്യാസ് രൂപത്തിലും ദ്രവരൂപത്തിലും വാതക രൂപത്തിലും സംഭരിച്ച് വെച്ചിരിക്കുന്ന എത്രയോ ഫാക്ടറികളുണ്ട്. ഈ വിഷം പുറത്തേക്ക് വന്ന ഭോപ്പാൽ ട്രാജഡിയേക്കാൾ വലിയ ട്രാജഡിയല്ലേ ഈ നാട്ടിൽ നടക്കാൻ പോകുന്നത്. ഇത് ഈ കാറ്റിനും വിഷത്തിനും ഒക്കെ തമിഴ്നാട് അവിടെ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മുടെ ബോർഡർ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ മരിക്കില്ലേ? കാറ്റ് എവിടെ ചെന്നാലും അവിടുത്തെ കുട്ടികളും എല്ലാവരും വീഴത്തില്ലേ? ഭോപ്പാൽ ട്രാജഡിയേക്കാളും വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക. ക്രൂഡ് ഓയിൽ, പിന്നെ ഇതിൻ്റെ അടിയിൽ നേവൽ ആർമമെൻറ്റ് ഡിപ്പോ ഇല്ലേ? അവിടെ എന്തൊക്കെ വെച്ചിരിക്കുന്നത്? വല്ല നിശ്ചയമുണ്ടോ? അതൊക്കെ പുറത്തേക്ക് വന്നാലുള്ള സ്ഥിതിയാണ്. നമ്മുടെ ഈ ദുരന്തം നടക്കുന്ന സമയത്ത്
നേവൽ ആർമമെൻറ്റ് ചെളി മൂടി കിടന്നാൽ ചൈന ഒരു വാർ ഡിക്ലെയർ ചെയ്താൽ ഒരു വാർ പ്ലെയിൻ അവിടെ നിന്ന് പൊങ്ങുമോ? ഇവരെന്ത് തമാശ കളിക്കുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ബുദ്ധിയും കൊണ്ട് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവണില്ല. ഈ മുല്ലപ്പെരിയാർ ഡാം നമുക്ക് മാറ്റിക്കളയാൻ പറ്റും ദേശ സുരക്ഷയെ പ്രതി. നമുക്ക് ഇലക്ട്രിസിറ്റി വേണമെങ്കിൽ നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള, അത് ചെയ്യാം. തമിഴ്നാടിന് വെള്ളം കൊടുക്കാനാണെങ്കിൽ ആലുവ വരെ കൊടുക്കാം. ഇറാനിൽ നിന്ന് വാതകം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാമെങ്കിൽ ഈ ആലുവയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കാനാണ് പാട്. അതിനുള്ള ടെക്നോളജി ഈ രാജ്യത്തില്ലേ? എന്നിട്ട് ഇത് തന്നെ താങ്ങി പിടിക്കണമെന്ന് എന്താ നിർബന്ധം ഈ ജനത്തിൻ്റെ തലയുടെ മുകളിൽ? എനിക്ക് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാണല്ലോ ഇതിൻ്റെ പുറകിലുള്ള സൈക്കോളജി എന്താണ്, ഇതിൻ്റെ പുറകിലുള്ള ശാസ്ത്രം എന്താണ്, വിവരം എന്താണെന്ന് പോലും എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകണല്ലോ. ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും വന്ന് എന്നോട് പറഞ്ഞതാ. അതെനിക്ക് ഇതിൻ്റെ ഈ ചാനലിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ള. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് പറഞ്ഞതാ. എൻ്റെ ബുദ്ധി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവണില്ല ഇവരുടെ ഉദ്ദേശം എന്താണെന്ന്. അപ്പോൾ ഇത്രയും ഈ ക്രൂഡ് ഓയിൽ പുറത്തേക്ക് വന്ന് കടലിൽ പാട പോലെ വരും. ഇത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന സാധനമല്ല, പൊങ്ങിക്കിടക്കുന്ന സാധനമാണ്. ഇവിടെ നിന്നും ഗൾഫ് നാടുകൾ വരെ കത്തൂലേ? ലക്ഷദ്വീപിലെ ജനങ്ങളുടെ സേഫ്റ്റി എന്താണുള്ളത്? ശ്രീലങ്കയിലെ ജനങ്ങളുടെ സേഫ്റ്റി എന്താണുള്ളത്? ആലോചിക്കേണ്ട. എന്തുമാത്രം ക്രൂഡ് ഓയിലാണ് ഈ കൊച്ചിൻ ഓയിൽ റിഫൈനറിയിൽ വെച്ചിരിക്കുന്നത്. ഏവിയേഷൻ ഫ്യൂവലില്ലേ എയർപോർട്ടിൽ, അവിടെ സംഭരണിയുണ്ട്, അവിടെ കിടക്കുന്ന എയർക്രാഫ്റ്റിലും ഈ സാധനമുണ്ട്. നമ്മൾ ഈ അടുത്തിടെ ഒരു ട്രക്ക് മറിഞ്ഞ് ഇൻഫ്ലാമബിൾ ആയിട്ടുള്ള എന്തോ സാധനം പുറത്തു വന്ന് ആ നാട് മുഴുവനും കത്തിയില്ലേ? നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളല്ലേ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇൻഫ്ലാമബിൾ സബ്സ്റ്റൻസുമായിട്ട് മൂവ് ചെയ്യുന്ന ട്രക്കുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ട്, LPG ടെർമിനൽ ഉണ്ട് പുതുവൈപ്പിൽ. പിന്നെ ഈ വിഷവും ഈ കത്തുന്ന സാധനങ്ങളും എല്ലാം കൂടി വന്നാൽ ഇതൊരു ബോംബ് എക്സ്പ്ലോഷനേക്കാളും വലിയ ഒരു ട്രാജഡി ആവൂലേ? ഇത് മാറ്റാം. ഈ ഡാമുകൾ ഓരോന്നോരോന്നായിട്ട് ഡീകമ്മീഷൻ ചെയ്യുക, എനർജിക്ക് പുതിയ സോഴ്സസ് കണ്ടെത്തുക. എനിക്ക് തോന്നുന്നു ഇപ്പം സാർ പറയുന്നതിലാണെങ്കിൽ പോലും ഡാം ഡീകമ്മീഷൻ ചെയ്യുക, അതുപോലെ തന്നെ എനർജി സോഴ്സസ് ഒക്കെ ആൾട്ടർനേറ്റീവ് എനർജി റെമഡീസ് ഒരുപാട് സാർ തന്നെ പറയുന്നുണ്ട് റിസർച്ചിലൂടെ. ഇപ്പം മുല്ലപ്പെരിയാർ ഡാം പൊട്ടി വരികയാണെങ്കിൽ, ഇത് പൊട്ടി വന്ന സാർ പറഞ്ഞു ചെളിയുണ്ട്, അതുപോലെ തന്നെ ഇപ്പം ഈ മൃഗങ്ങളാണെങ്കിലും ശവങ്ങളാണെങ്കിലും എല്ലാം ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് പല വണ്ടികളാണെങ്കിലും, ഇപ്പം എല്ലാ വണ്ടിയിലും പെട്രോൾ ഡീസൽ അതുപോലുള്ള എല്ലാം ഉണ്ട്, എല്ലാ പ്രൊഡക്ട്സും നിന്ന് കത്തുകയാണ് ചെയ്യുന്നത്. അപ്പം പലരും പറയും ലൈഫ് ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ എന്താ പറയണത്, ഇത് വരുന്ന സമയത്ത് ഇതുപോലുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്താൽ രക്ഷപ്പെടാമെന്ന് പറയുന്നുണ്ട്. ഈ അവസരത്തിൽ പോലും ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ വെള്ളം വരുന്ന സമയത്ത് നമ്മുടെ ഇപ്പം ഏറ്റവും ശത്രുവായിട്ട് നിൽക്കുന്നത് നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എല്ലാ വെപ്പൺസും എടുത്താൽ പോലും ചൈന എല്ലാ വെപ്പൺസും എടുത്താൽ, അല്ലെങ്കിൽ പോലും ഇപ്പം ഈ ഒരു കാര്യത്തിൽ മുല്ലപ്പെരിയാറിന്റെ ആ ഒരു വെള്ളം വരുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇപ്പൊ ഹിരോഷിമയിൽ ബോംബ് ഇട്ടതിനേക്കാളും 2 ഇരട്ടിയാണെന്ന്. യെസ്, അത്രയധികം രീതിയിലായിരിക്കും ഇത് എത്താൻ പോകുന്നത്. എന്നാൽ ഈ അവസരത്തിൽ പോലും എത്ര പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടും എത്ര ഡിസ്കഷൻസ് നടത്തിയിട്ടും എത്ര മുല്ലപ്പെരിയാറിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഓരോ ജനതയും ഓരോ ദിവസം പറയുമ്പോൾ പോലും ഇതിന് വ്യക്തമായൊരു ധാരണ അവർ തരുന്നില്ല. എൻ്റെ ലക്ഷ്യം ജീവൻ മാത്രമാണ്, ജീവൻ മാത്രം. അവിടെ ലിമിറ്റ് ചെയ്യാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും. ജീവൻ വേണം. നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ കിടന്ന് പെടയരുത്, സഹോദരന്മാർ പെടയരുത്. മുണ്ടക്കൈ പോലത്തെ ദുരന്തങ്ങൾ നമുക്കിനി സഹിക്കാൻ പറ്റില്ല, അതുണ്ടാകരുത്. അവിടെ തീരാണ് എൻ്റെ ലക്ഷ്യങ്ങൾ, വേറെ ഒരു ലക്ഷ്യം എനിക്കില്ല. ഈ അവസരത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു ഫണ്ടമെന്റൽ, അല്ലെങ്കിൽ എവിടെ തുടങ്ങണം, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യേണ്ടത്, ഈ 2 ഇഷ്യൂസ് നമുക്കിപ്പം റെലവൻ്റ് ആയിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സാറിൻ്റെ ഒരു വിഷനിൽ എങ്ങനെ ആയിരിക്കണം ഒരു പ്രോപ്പർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേരളത്തിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്? നമ്മളൊരു യൂണിവേഴ്സിറ്റി തന്നെ അതിന് സ്ഥാപിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കേരളമാണ് ഭാവിയിൽ വലിയ ഒരു പ്രതിസന്ധിയെ നേരിടാൻ പോകുന്ന സംസ്ഥാനം. നമ്മുടെ തന്നെ നേച്ചറിനോടുള്ള കടന്നാക്രമണം മൂലം. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി തന്നെ സ്ഥാപിക്കുക, ട്രെയിൻഡ് പേഴ്സണലാവുക, ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധം കൊടുക്കുക, സ്കൂളുകളിൽ ഇതൊരു സബ്ജക്റ്റ് ആവുക, പാഠപുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് ലെസൺസ് ഉണ്ടാവുക. പിന്നെ ഏറ്റവും അത്യന്താധുനികമായ ഉപകരണങ്ങൾ ഇവിടുത്തെ കേരളത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനത്തിനുണ്ടാവുക. അതാണ്. ഒരു എർത്ത് മൂവർ 1 2 ഒന്നും പോരാ, ഒരുപാട് എർത്ത് മൂവേഴ്സ് വേണം. JCB പോലുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ഇതൊക്കെ വേണം. പിന്നെ അക്സാ ലാംസ് വേണം. രാത്രി വൈകുന്നേരം ആകുമ്പോൾ
മുണ്ടക്കയിൽ പണി നിർത്തിപ്പോയ പരിപാടി ശരിയാവില്ല. ഇത് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ 24 മണിക്കൂറിന് ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ വേണം. ഒരാൾ മണ്ണിൻ്റെ അടിയിൽ കിടക്കണവന് ജീവനുണ്ടെങ്കിൽ അവൻ എത്ര നേരം കിടക്കും? അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. എനിക്ക് ഏറ്റവും കഷ്ടമായിട്ട് തോന്നിയത് ഒരു വീട് മൊത്തത്തിൽ മണ്ണിൻ്റെ അടിയിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ അകത്ത് ആളുണ്ട്. അതിൻ്റെ മുകളിലെ ടെറസ് കട്ട് ചെയ്തിട്ട് വേണം ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ ഉപകരണം എന്നറിയോ? കൂടം. ക്രിസ്തുവിനും മുമ്പ് ഒരു 5000 കാലത്താണ് ഈ കൂടമൊക്കെ കണ്ടുപിടിച്ചേക്കണത്. മെറ്റലേജിൽ ആ കൂടം വെച്ചുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ കൂടത്തിൻ്റെ അടിയിൽ അവൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവും അതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ. ആ എക്യുപ്മെൻ്റാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിനും ഇവിടുത്തെ ദുരന്ത നിവാരണ സമിതിക്കും ഉള്ളത്, കൂടം. ഇത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അടിയിൽ കിടക്കണമെന്ന് ആലോചിക്കണം. ആ വീട്ടിൽ ഞാൻ ഈ കൂടം വെച്ച് അടിക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാനാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കണമെന്നാണ്. അപ്പോൾ എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത്. അവിടെ നമ്മളെന്ന് ആലോചിച്ച് നമ്മുടെ ഒരു സഹോദരൻ കിടന്ന് ചിന്തിക്കുകയാണ്, ദൈവമേ ഇവൻ കൂടത്തിനടിച്ച് എന്നിത് ശരിയാവാനാണ് എന്ന്. കൂടത്തിനടിച്ച് കോൺക്രീറ്റ് കളഞ്ഞ് കമ്പി കട്ട് ചെയ്തു. കമ്പി കട്ട് ചെയ്യാനായിട്ട് യാതൊരു ഇൻസ്ട്രുമെൻറ്റും ഞാൻ അവിടെ കണ്ടില്ല. ഇവർക്ക് അങ്ങോട്ട് ചെന്ന് പറ്റാൻ പറ്റുന്നില്ല. അത്രേ ചെന്ന് പറ്റാൻ പറ്റുന്നിടത്താണോ ഡിസാസ്റ്റർ ഉണ്ടാക്കണം? എനിക്കതാ മനസ്സിലാകുന്നത്. ഈ സംവിധാനങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റണില്ല എന്ന്. അങ്ങനെയുള്ളിടത്താണ് ഡിസാസ്റ്റർ ഉണ്ടാവണം. ചെല്ലാൻ പറ്റാത്തടത്താണ് ഡിസാസ്റ്റർ ഉണ്ടാകുന്നത്. അവിടെ ചെല്ലാനുള്ള ഉപകരണങ്ങളും വാഹനങ്ങളുമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് വേണ്ടത്. പേടിയാവുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ. ഈ ഒരു വയനാട് ദുരന്തത്തെ പോലും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഈ കേരളത്തിന് എനിക്ക് തോന്നുന്നില്ല മുല്ലപ്പെരിയാർ പോലൊരു വൺ ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ. ഇപ്പം ഇൻ കേസ് പല ജില്ലകൾ, കുറച്ചൊരു 6-7 ജില്ലകളൊക്കെ രക്ഷപ്പെടുമെന്ന് പല റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും രക്ഷപ്പെട്ടാൽ പോലും എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം രീതിയിൽ പ്രോപ്പറായിട്ട് ഓരോ ജീവനും സംരക്ഷിക്കും. സമാധാനമാവും കേട്ടോ അതിര. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം തകർന്ന് അങ്ങോട്ട് പോയി ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമാണ്. കടലിൽ ചെന്നത് എല്ലാം കൂടി വീണാൽ നമ്മൾ ലിബിയയിലെ ഡെർണയിൽ കണ്ടതാണ്. 2 TMC വെള്ളം കൊണ്ട് അങ്ങോട്ട് പോയി ഡെർണ നഗരത്തെ മുഴുവനും വഹിച്ചുകൊണ്ട് കടലിൽ പോയി. തിരിച്ചു കയറി വന്നത് ഒരു സുനാമി പോലെ വന്നത് 7 നില കെട്ടിടത്തിൻ്റെ മുകളിലൂടെയാണ്. 2 TMC വെള്ളമായിട്ട് പോയതാണ്. ഇവിടെ 120 TMC വെള്ളമുള്ളത്. ഇടുക്കി അതിൻ്റെ താഴെയുള്ള ഡാംസ് ഡയറക്റ്റ് ലൈനിൽ മാത്രം മുല്ലപ്പെരിയാർ, ഇടുക്കി, അതിന് താഴെയുള്ള ഡാമുകൾ എല്ലാം കൂടി 120 TMC വെള്ളമുണ്ട്. അതുകൊണ്ട് കടലിൽ ഇത്രയും സാധന സാമഗ്രികളും വണ്ടി എല്ലാ സാധനവും കൊണ്ട് കടലിൽ പോയി വലിയൊരു താടനം കടലിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ഹാമറിംഗ് എന്നാണ് അതിന് പറയണേ. അത് പഠിക്കണം. ആ ഒരു പ്രഹരത്തിൽ കടൽ പിൻവാങ്ങി കൊടുക്കും ലോകത്തിൻ്റെ അതിർത്തിയിലേക്ക്. പിന്നെ ബാലൻസ് ചെയ്യണ്ടേ? പിന്നെ വലിയൊരു സുനാമി പോലെ വന്ന് എല്ലാവരെയും കൊണ്ടുപോയിക്കോളും. നമുക്ക് സമാധാനമാകും. നമുക്ക് കൂടൊന്നും വെച്ച് അടിക്കേണ്ടി വരില്ല. സമ്പൂർണമായ സമാധാനമാവും. എനിക്ക് തോന്നുന്നു ടൈം ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നൊരു ബോംബ് നമുക്ക് മുന്നിൽ ഇപ്പോഴും ഓണായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഏത് നിമിഷം എന്ന് മാത്രമേ ഇനി പറയാനുള്ളൂ. പ്രഡിക്ഷൻസ് എല്ലാം അത്തരത്തിലാണ്. ഇനി ഏത് നിമിഷം അത് സംഭവിക്കാം എന്ന് തന്നെയാണ് ഈ പ്രകൃതി നൽകുന്ന സൂചനയാണെങ്കിൽ പോലും. കാരണം ഇനിയൊരു വലിയ ഭൂകമ്പത്തിനോ അല്ലെങ്കിൽ ഒരു ചെറിയ തോതിലൊരു അനക്കം ഉണ്ടായാൽ പോലും മുല്ലപ്പെരിയാർ, കാരണം ഇപ്പം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം വെസ്റ്റേൺ ഗാഡ്സിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇപ്പം നമുക്ക് ഈ വയനാട് സംഭവിച്ചത്. ഇതും ഓഫ് കോഴ്സ് വെസ്റ്റേൺ ഗാഡ്സിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഭൂകമ്പത്തിന് പോലും തകർക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് വയസ്സായി. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ ഇതെല്ലാം സംഭവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 5-6 വർഷത്തിനുള്ളിൽ ഇതെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും ജീവിക്കാൻ പേടിയാവുന്നു. കേരളത്തിൽ ജീവിക്കുന്ന ഞാൻ പോലും ഇപ്പം എങ്ങനെ പുറത്തേക്ക് പോകാം അല്ലെങ്കിൽ പുറത്തേക്ക് പോയാൽ രക്ഷപ്പെടുമോ എന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഓരോ ജീവനും വിലയുള്ളതാണ് എന്ന് പ്രതീക്ഷിക്കുമെന്ന് കരുതുന്നു. ഒരൊറ്റ കാര്യം ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്താൽ മതി. സുപ്രീം കോടതിയിൽ എൻ്റെ കേസിൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിന് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് വിരോധമില്ല. അതിൻ്റെ ചെലവ് ഗവൺമെൻറ് ഓഫ് കേരള വഹിക്കുമെന്ന് പറഞ്ഞ് 2 സെൻറ്റൻസ് എഴുതിയ ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക. ഈ പ്രശ്നത്തിന് പരിഹാരമായി. അതിന് ജനങ്ങൾ അവരുടെ ജനപ്രതിനിധികളോടും അവരുടെ നേതാക്കന്മാരോടും എത്രയും പെട്ടെന്ന് ഈ കാര്യം ചെയ്യാവൂ. ഇനിയിപ്പോൾ കരാർ പരിശോധിക്കാനൊന്നും നമുക്ക് നേരമില്ല. ഈ ഒരു കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ ആവശ്യപ്പെടുക. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കാര്യം പ്രചരിപ്പിക്കുക. കഴിയുമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു തുണി വലിച്ച് കെട്ടിയിട്ട് അതിൽ എഴുതി വയ്ക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക.
എല്ലാവരും പിന്തുണയ്ക്കട്ടെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ സാറിനെ പറ്റി എനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മുല്ലപ്പെരിയാർ പോലൊരു ഇഷ്യൂവിനെ ഇത്രയധികം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഇത്രയധികം സീരിയസ് ആയിട്ട് ഇപ്പം മുല്ലപ്പെരിയാറിനെ ഓരോ ആൾക്കാരും കാണുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ഞാൻ പറയുന്നു സാറിനെ പോലൊരു വ്യക്തിയാണ്. കാരണം മുല്ലപ്പെരിയാർ വിഷയത്തിനെതിരെ ശബ്ദമുയർത്തിയ ഒരേ ഒരാളാണ് അഡ്വക്കേറ്റ് റസൽ ജോയ്. ഹാറ്റ്സ് ഓഫ് യു സാർ. കാരണം ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു മുല്ലപ്പെരിയാർ ഇഷ്യൂവിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയതിന് ഇതിന് എന്തെങ്കിലും രീതിയിലൊരു സൊല്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ, പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു, ആ സൊല്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ നാളെ കേരള ജനത മുഴുവൻ നന്ദി പറയുന്നത് ദൈവം എന്നൊരു വ്യക്തി ഒരാളിലൊക്കെ പ്രത്യക്ഷപ്പെടുമെങ്കിൽ അത് അഡ്വക്കേറ്റ് റസൽ ജോയിലൂടെ ആയിരിക്കുമെന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നതായിരിക്കും സാർ. എനിവേ താങ്ക് യു സോ മച്ച്.